മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 142-ൽ നിന്ന് ഉയർത്താൻ ഒരു കാരണവശാലും കേരളം അനുവദിക്കില്ല. കേരളം അതിനോട് യോജിക്കുന്നില്ല എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ നിലപാട്. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉയർന്നു നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടും ആ കാര്യങ്ങളൊന്നും ഇതുവരെ നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഒന്ന്, ഡാം സേഫ്റ്റി അതോറിറ്റി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഡാമുകളുടെ സുരക്ഷ പരിശോധിക്കണം എന്ന ആവശ്യം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഡിസംബർ 31-ന് മുമ്പ് നടക്കേണ്ട കാര്യമാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ ഇതുവരെ ആ സുരക്ഷാ പരിശോധന പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബേബി ഡാമിന്റെ ബലപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും സുപ്രീം കോടതി പറഞ്ഞതുപോലും നടക്കാതെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരു ആവശ്യം തമിഴ്നാട് ഉന്നയിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രഖ്യാപനം തമിഴ്നാട് നടത്തിയത് തീർച്ചയായിട്ടും അത് ഏറ്റവും നിർഭാഗ്യകരമാണ്. അതിലുപരിയായി ഈ 142 അടിയിൽ നിജപ്പെടുത്തിയിരിക്കുന്ന മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് അത് കേരളത്തിന്റെ കൂടി താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്ന ഒരു നിലപാടാണ്. അതിന് മാറ്റം വരുത്താൻ ഇപ്പോൾ കേരളത്തിനോ തമിഴ്നാടിനോ അവകാശമില്ല. അതുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ നിലപാടുകൾ സുപ്രീം കോടതി പരിശോധിച്ച് ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാകണം എന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം.